ഹായ് ഗൈസ്, ദിലീപ് ഫ്രം കാസർഗോഡ്. അപ്പോൾ ഞാൻ അങ്ങനെ സ്കോഡയുടെ കൈലാക്ക് വാഹനം ആദ്യമായി നേരിൽ കണ്ടു. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ഒരു പ്രത്യേകത എടുത്തു പറയേണ്ടത് എന്താണെന്നറിയോ, ബേസ് മോഡലിൽ തന്നെ നല്ല ഫീച്ചേഴ്സ് നിറച്ചിരിക്കുന്ന ഒരു വാഹനമാണ്. 10 ലക്ഷത്തിൽ താഴെ കിട്ടുന്ന ഒരു കോമ്പാക്ട് SUV സെഗ്മെൻറ്റാണ്. ഈ പറയുന്ന പോലെ LED ടെയിൽ ലാമ്പ്, അതുപോലെ തന്നെ ഹെഡ് ലാമ്പ്, ടേൺ ഇൻഡിക്കേറ്റേഴ്സ്, ഇത്ര മനോഹരമായ ഒരു ഗ്രില്ലോട് കൂടിയിട്ടുള്ള ഫ്രണ്ട്. പിന്നെ ഇൻറ്റീരിയറൊക്കെ നോക്കുകയാണെങ്കിൽ വളരെ നീറ്റാണ്. ഞാൻ നോക്കിയ വണ്ടി ഓട്ടോമാറ്റിക്കാണ്. ഏകദേശം 13 ലക്ഷം രൂപ വരുന്ന ഓട്ടോമാറ്റിക്കിൻ്റെ സ്റ്റാർട്ടിംഗ് മോഡലാണ് ഇപ്പോൾ ഈ കാണുന്ന നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന വാഹനം. പക്ഷേ ബേസ് മോഡലിൽ തന്നെ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് എല്ലാം ആഡായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 1-2 കാര്യങ്ങൾ മാത്രം അഡീഷണൽ ചെയ്താൽ മതി. അതായത് ശരിക്കും പറഞ്ഞാൽ മഹീന്ദ്ര 3XO ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ബേസ് ഓപ്ഷനിൽ നല്ല ഫീച്ചേഴ്സ് ഉള്ളൊരു വാഹനം ഇപ്പം നിലവിൽ മഹീന്ദ്ര 3XO ആണ്. അതിന് എനിക്ക് തോന്നുന്നു അതേ റേഞ്ചിൽ തന്നെ എൻജിൻ വൈസ് കുറച്ചും കൂടെയൊക്കെ റിഫൈൻഡ് ആയിട്ടുള്ളൊരു എൻജിൻ, കംഫർട്ടബിൾ ആയിട്ടുള്ള എൻജിൻ എന്തായാലും സ്കോഡയുടെ ആ ഒരു ലെവലിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും ഭാവിയിലേക്ക് നമുക്ക് യൂസ്ഡ് റിവ്യൂ ഒക്കെ എടുക്കാം. അപ്പോൾ എന്തായാലും എന്താണ് കൈലാക്കിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം, എന്താണ് ഓട്ടോമാറ്റിക് വാഹനത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക. എന്തായാലും PDI ഉഗ്രനായിരുന്നു, നീറ്റ് ആൻഡ് ക്ലീൻ വാഹനമായിരുന്നു. അതായത് ഒരു ഫ്രഷ് വാഹനം എങ്ങനെയാണെന്നുള്ളത് വ്യക്തമായി ഈ ഒരു വാഹനം ഉദാഹരണമായി എടുക്കാൻ സാധിക്കും. അതുപോലെ നീറ്റായിരുന്നു, എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിരുന്നു. കിലോമീറ്റർ വെറും 6 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഡയറക്റ്റ് ഇവിടെ അൺലോഡ് ചെയ്തിരിക്കുന്ന ഒരു വാഹനമാണ്. 25 മാനുഫാക്ചർ ചെയ്തിരിക്കുന്ന വാഹനമാണ്. പല സ്പെയറുകൾ 25 മാനുഫാക്ചറിങ് തന്നെയാണ്. ഓട്ടോമാറ്റിക് വാഹനമാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പോൾ ഏത് രീതിയിൽ നോക്കിക്കഴിഞ്ഞാലും ഒരു PDI ഉദാഹരണം എടുക്കേണ്ട ഒരു വാഹനമാണ്. ഒരു എന്താ പറയുക, ഞാൻ അണ്ടർബോഡി കാര്യങ്ങളൊക്കെ നോക്കി, എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ വാഹനമാണ്. അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള വാഹനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഇതുപോലെ നീറ്റ് ആൻഡ് ക്ലീൻ വാഹനങ്ങൾ തിരഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നു.